യേശു അപ്പച്ചൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരെ എല്ലാവരെയും പൂമ്പാറ്റകളുടെ പുതിയ എപ്പിസോഡിലേക്ക് ഞങ്ങൾ ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കാണുവാനൊക്കെ ദൈവം അവിടുന്ന് ഇടയാക്കിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്നൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആണോ? ഹാപ്പി ആണോ? എല്ലാവരുടെയും മുഖമൊക്കെ കണ്ടിട്ട് ഹാപ്പി അല്ലാന്ന് തോന്നുന്നു. എല്ലാവരും നന്നായിട്ടൊന്ന് ചിരിച്ചേ, ഒന്ന് പൊട്ടിച്ചിരിക്കാമോ? കണ്ടോ നമ്മൾ പൊട്ടിച്ചിരിക്കുന്ന കേട്ടപ്പോഴത്തേന് വീട്ടിലൊക്കെ അതിശയം, നമ്മൾ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത് അല്ലേ? ആട്ടെ, നമ്മളെല്ലാം യേശുപ്പച്ചൻ്റെ നല്ല കൂട്ടുകാരാണ്. അപ്പോൾ നമുക്കെപ്പോഴും സന്തോഷം ഉണ്ടായിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ് അല്ലേ? അപ്പോൾ നമ്മളെല്ലാവരും സന്തോഷത്തോടെ ഇവിടെ ആയിരിക്കുമ്പം നമുക്ക് കുഞ്ഞു പാട്ടൊക്കെ പഠിക്കണം. ഇന്ന് കഥയ്ക്ക് വ്യത്യസ്തമായിട്ട് ബൈബിളിലുള്ള കുറച്ച് പേരെ നമ്മൾ തന്നെ ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കാൻ പോവാം. റെഡിയാണോ നിങ്ങൾ? അപ്പോൾ ചെറിയൊരു പാട്ടിലേക്ക് പോയാലോ? അതിനു മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇന്ന് വേദപുസ്തകം വായിച്ചോ? രാവിലെ വായിച്ചോ? എത്ര കൂട്ടുകാർ വായിച്ചു? സത്യമേ പറയാവൂ. എത്ര കൂട്ടുകാർ ഇന്ന് പേഴ്സണലി പ്രാർത്ഥിച്ചു? കണ്ടോ കുറച്ച് പേരൊക്കെ ഉള്ളേ. എല്ലാ ദിവസവും ദൈവവചനം വായിക്കണം, എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം അല്ലേ? അപ്പോൾ ഈ ഒരു നമ്മുടെ പൂമ്പാറ്റകളുടെ സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, നല്ല പാട്ടുകൾ പഠിക്കുവാൻ, ആ പാട്ടിലൂടെയും ഞങ്ങൾ കേൾക്കുന്ന കാര്യത്തിലൂടെയും ഞങ്ങളുടെ ദൈവത്തെ ഒന്നുകൂടെ ഒന്ന് ഓർക്കുവാൻ, ആ ദൈവത്തോടു കൂടെ ചേർന്ന് ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു പാട്ട് പഠിക്കാൻ വേണ്ടി പോവാണ്. പാട്ട് പഠിക്കാൻ എല്ലാവരും തയ്യാറാണെന്ന് വിശ്വസിക്കുന്നു അല്ലേ? എഴുതിയെടുക്കാൻ ബുക്കൊക്കെ ഉണ്ടോ? കുറച്ച് പേരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് വേഗം എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞ, ജീസസ് ഈസ് മൈ മോഡൽ. ഈശോയോട് ഉറക്കെ പറയാമോ? ജീസസ് ഈസ് മൈ മോഡൽ. The model is my leader. I will follow him. The leader is my savior. The savior is my good friend. I will walk with him. നല്ല രസമുള്ള ഒരു പാട്ടായിരിക്കും അല്ലേ? നല്ല ലിറിക്സ് അല്ലേ? ജീസസ് ഈസ് മൈ മോഡൽ. നമ്മുടെ മോഡൽ ആരായിരിക്കണം? അത് ജീസസ് ആയിരിക്കണം അല്ലേ? ആ മോഡൽ നമുക്ക് ആരാണ്? നമുക്ക് നല്ലൊരു ലീഡറാണ് അല്ലേ? മുന്നിൽ നിന്ന് നയിക്കുന്നവനാണ് യേശു കർത്താവ്, നല്ല ഇടയനാണ്. ആ ലീഡർ നമുക്ക് ആരാണ്? സേവ്യർ ആണ് അല്ലേ? നമ്മളെ വീണ്ടെടുത്തവനാണ്, നമ്മളെ രക്ഷിച്ചവനാണ്. ആ ലീഡർ സേവ്യർ നമുക്ക് ആരാണ്? നമ്മുടെ ഗുഡ് ഫ്രണ്ടാണ് അല്ലേ? ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ്. നമുക്ക് സ്കൂളിലൊക്കെ ഒത്തിരി ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് അല്ലേ? നിങ്ങൾക്കുണ്ടോ? അച്ഛനുണ്ട്, ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്കുണ്ടോ? ഒത്തിരി പേർക്ക് നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അതിനേക്കാളെല്ലാം വലുത് യേശു കർത്താവാണ്. ജീസസ് ഈസ് അവർ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഫസ്റ്റ് പ്രയോറിറ്റി. അത് നമ്മൾ മറന്നു പോകല്ലേ. അപ്പോൾ വളരെ വേഗം ഈ പാട്ടൊന്ന് പാടി കേൾപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് പഠിക്കണം കേട്ടോ. അപ്പോഴത്തേന് റെഡി ആവണേ, പഠിക്കാൻ റെഡി ആവണേ. കേട്ട് നോക്കണേ. റെഡി. ജീസസ് ഈസ് മൈ മോഡൽ, ദാറ്റ് മോഡൽ ഈസ് മൈ ലീഡർ. I will follow him. The leader is my savior, that savior is my good friend. I will walk with him. പാട്ട് ഇഷ്ടമായോ? അങ്ങനെയാണെങ്കിൽ ചെറിയൊരു ക്ലാപ്പ് തരാമോ? 3 times. Ready? 1, 2, 3. താങ്ക് യു. ഞാൻ എനിക്ക് വേണ്ടി തന്നെ ക്ലാപ്പ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കൂടെ ഒന്ന് പാടിക്കേ. ജീസസ് ഈസ് മൈ മോഡൽ, ദാറ്റ് മോഡൽ ഈസ് മൈ ലീഡർ. I will follow him. The leader is my savior. That savior is my good friend. I will walk with him. എൻ്റെ കൂടെ ഇങ്ങനെ കൊണ്ടൊന്ന് കാണിക്കണേ. നമ്മുടെ റൈറ്റ് ഹാൻഡ് എടുത്തിട്ട് ജീസസ് ഈസ് മൈ മോഡൽ കാണിച്ചേ. ജീസസ് ഈസ് മൈ മോഡൽ. That model is my leader. I will follow him. That leader is my savior. That savior is my good friend. I will walk with him. എല്ലാവരും ചെയ്തായിരുന്നോ? എല്ലാവരും ചെയ്തോ? ഒരു പ്രാവശ്യം കൂടെ. റെഡി? 1, 2, 3 സ്റ്റാർട്ട്. ജീസസ് ഈസ് മൈ മോഡൽ, ദാറ്റ് മോഡൽ ഈസ് മൈ ലീഡർ. I will follow him. That leader is my savior. That savior is my good friend. I will walk with him. വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല സുന്ദരമായിട്ട് നിങ്ങൾ ഈ പാട്ട് പഠിച്ചു. ഞാൻ എൻ്റെ കൂടെ ഇത് ചെയ്തതിൽ ഒത്തിരി സന്തോഷം. അപ്പോഴേ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ
നമുക്ക് ഇന്ന് എപ്പോഴും നമ്മൾ സ്റ്റോറി അല്ലേ കേൾക്കുന്നത്. ബൈബിളിലെ കുറച്ച് ക്യാരക്ടേഴ്സിനെ നമ്മൾ തന്നെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പോവാ. എല്ലാ ക്യാരക്ടേഴ്സിനെയും, ബൈബിളിലെ എല്ലാ ക്യാരക്ടേഴ്സിനെയും അറിയാമോ? ബൈബിളിൽ എത്ര ബുക്സ് ഉണ്ട്? ഇതൊക്കെ നമുക്ക് അറിയാം അല്ലേ? ചാറ്റ് ചെയ്തോണേ. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്നൊരു ഗെയിമിലൂടെയാണ് ചില കാര്യങ്ങളൊക്കെ പഠിക്കാൻ പോകുന്നത്. റെഡി? ഓക്കെ. അപ്പോൾ അങ്ങനെ റെഡി ആയിക്കോണം. ഞാൻ ക്വസ്റ്റ്യൻസിനുമായിട്ട് വരാൻ പോവാണ്. അപ്പോൾ ഞാൻ ചോദിക്കാൻ വേണ്ടി പോവാണ്. ബൈബിളിലെ ഈ ആളുകളെയൊക്കെ നമുക്ക് പരിചയപ്പെടാൻ പറ്റുമോ, നിങ്ങൾക്ക് അറിയാമോ എന്നുള്ളത് നോക്കാൻ പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റണം. കണ്ടുപിടിക്കുന്നവർ പെട്ടെന്ന് ചാറ്റ് ചെയ്തോണം കേട്ടോ. തെറ്റുവാണെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ള അവസരമൊക്കെ ഉണ്ട്. തെറ്റാർക്കും പറ്റാമല്ലോ അല്ലേ? കുഴപ്പമില്ല. അപ്പം ഫസ്റ്റ് ഇതാണ്, മാതാപിതാക്കളെ അനുസരിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. ദിസ് മാൻ ഓർ വുമൺ, ആരും ആയിക്കോട്ടെ, ഒബെയ്ഡ് ദെയർ പേരൻസ്. മാതാപിതാക്കളെ അനുസരിച്ച വ്യക്തിയായിരുന്നു. ആരാണെന്ന് ഗസ് ചെയ്യാമോ? പെട്ടെന്ന് ചാറ്റ് ചെയ്യാൻ പറ്റുന്നവർ ചാറ്റ് ചെയ്യണം. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ പറയാൻ പോവാണ്. അടുത്ത ക്ലൂ തരാൻ വേണ്ടി പോവാണ്. ഈ ആളിന് മാത്രമായിട്ട് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ? ഈ ആളിന് മാത്രമായിട്ട് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ദിസ് പേഴ്സൺ ഹാവ് ഫ്യൂ ഗുഡ് ഫ്രണ്ട്സ്. ആർക്കെങ്കിലും ആൻസർ ഒക്കെ കിട്ടിയോ എന്ന് എനിക്ക് അറിയത്തില്ല. അടുത്തതിലേക്ക് ഞാൻ പോവാണ്. ദിസ് പേഴ്സൺ വാസ് എ ടീച്ചർ. ഒരു ഗുരു ആയിരുന്നു. ഇപ്പൊ എന്തോ ക്ലൂ കിട്ടിയെന്ന് തോന്നുന്നല്ലോ അല്ലേ? ശരി ഉത്തരമൊക്കെ വരുന്നെന്ന് തോന്നുന്നു. ഞാനിനി നോക്കട്ടെ, അതിനകത്തുനിന്ന് എന്തെങ്കിലും കമൻസ് ഒക്കെ കാണാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ നോക്കാൻ പോവാണേ. അടുത്തൊരു ക്ലൂ തരാൻ പോവാണ്. ദിസ് പേഴ്സൺ ലോസ് ദെയർ പേരൻസ് ഓൺലി ഫോർ 3 days. മാതാപിതാക്കളെ 3 ദിവസത്തേക്ക് കാണാതിരുന്ന ഒരാളായിരുന്നു. ഇപ്പൊ കുറച്ച് പേരുണ്ടല്ലോ നന്നായിട്ട് തെറ്റുത്തരമൊക്കെ അയക്കുന്നുണ്ടേ. ആരാണ് 3 ദിവസം മാത്രം പേരൻസിനെ? ലാസ്റ്റ് ക്ലൂ തരാൻ വേണ്ടി പോവാണ്. ദിസ് ഹീറോ, ദിസ് പേഴ്സൺ നെവർ സിൻഡ്. പാപം ചെയ്തിട്ടില്ലാത്ത ആളാണ്. ചിലർ അവരുടെ പേരൊക്കെ എഴുതി വെക്കുന്നുണ്ട്. അല്ലല്ല, ആൻസർ പറയാൻ പോവാണ്. ഒത്തിരി പേര് അതിന് ആൻസർ ചെയ്തിട്ടുണ്ട്. ആ ആളുടെ പേരാണ് ജീസസ് അല്ലേ? യേശു കർത്താവ്. മാതാപിതാക്കളെ അനുസരിച്ച വ്യക്തിയായിരുന്നു അല്ലേ? ആണോ? കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. എത്ര ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു? 12 ഡിസൈപ്പിൾസ് അല്ലേ? നമുക്കതിനെ ഫ്രണ്ട്സ് ആയിട്ട് കാണാം. ഇനി 3 ദിവസത്തേക്ക് മാതാപിതാക്കളെ എപ്പോഴാണ് നഷ്ടപ്പെട്ടെ? ദേവാലയത്തിൽ പോയി തിരികെ വരുമ്പോ അല്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തുവായിരുന്നു നമ്മൾ പറഞ്ഞേ? ഗുരുവായിരുന്നു, ടീച്ചറായിരുന്നു. പാപം ചെയ്തിട്ടില്ലാത്ത വ്യക്തിയാണ് യേശു കർത്താവ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ മുമ്പേ പറഞ്ഞു യേശു കർത്താവ് എൻ്റെ മോഡലാണ്. ഇന്ന് പലപ്പോഴും നമ്മൾ ചില മോഡൽസിനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ചില കൂട്ടുകാരുടെ റൂമിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ വേറെ ചില ഫോട്ടോസ് ഒക്കെ കാണാൻ പറ്റും. വേറെ ചില സെലിബ്രിറ്റീസിന്റെ ഫോട്ടോസ്. അവരാണോ നമ്മുടെ മോഡൽ? അൺഫോർച്ചുനേറ്റ്ലി യെസ് അല്ലേ? നമ്മൾ അവരെ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് ഒരു പക്ഷെങ്കിൽ അവർ നടക്കുന്നത് പോലെ നടക്കാൻ നമ്മൾ ട്രൈ ചെയ്യും. അവരുടെ ഹെയർ കട്ട് നമ്മൾ ട്രൈ ചെയ്യും അല്ലേ? ചിലരുടെ ഒക്കെ ഇപ്പോഴത്തെ സ്റ്റൈലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് അതിശയിച്ചു പോവും. അവരിടുന്ന ഡ്രസ്സിങ് സ്റ്റൈലിൽ നമ്മൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കും. കുഞ്ഞുങ്ങളെ, ദൈവമാണ് മനോഹരമായിട്ടുള്ള ഈ ജീവിതം നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ മനോഹരമായ ജീവിതത്തെ നമുക്ക് ഒരിക്കലും നശിപ്പിക്കാൻ അനുവാദമില്ല. വി മസ്റ്റ് ഫോളോ ഗോഡ്സ് എക്സാമ്പിൾ. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ഫോളോ ഗോഡ്സ് എക്സാമ്പിൾ. യേശു കർത്താവ് എങ്ങനെയാ നടന്നേ? പാപം ചെയ്തിട്ടില്ല, സ്നേഹിക്കുമായിരുന്നു, കരുതുമായിരുന്നു അല്ലേ? നല്ല കൈൻഡ് ആയിരുന്നു, കരുണയുള്ളവനായിരുന്നു. ഒത്തിരി എക്സാമ്പിൾസ് നമുക്ക് പറയാനുണ്ട്. അങ്ങനെയൊക്കെയുള്ള നല്ല കുഞ്ഞുങ്ങളായിട്ട് നമുക്ക് വളർന്നു വരാൻ സാധിക്കണം. ആൻഡ് ഹീ ഈസ് ഓൾസോ എ ലീഡർ. നിങ്ങളിൽ കുറച്ചു പേരെങ്കിലും ക്ലാസ് ലീഡറും സ്കൂൾ ലീഡറും ഒക്കെ ആകുന്നവരാണ്, ഇല്ലെങ്കിൽ നല്ല ലീഡേഴ്സ് ആകാൻ ആഗ്രഹിക്കുന്നവരാണ്. ഹൂ ഈസ് എ ലീഡർ? വൺ ഹൂ ലീഡ്സ് അസ് ഫ്രം ദ ഫ്രണ്ട് അല്ലേ?
പുറകിൽ നിന്ന് ലീഡ് ചെയ്യുന്ന ആളാണോ ബെസ്റ്റ്, മുന്നിൽ നിന്ന് ലീഡ് ചെയ്യുന്ന ആളാണോ ബെസ്റ്റ്? രാത്രിയിൽ ടോർച്ചും കൊണ്ട് പുറകിൽ നടക്കുന്ന ആളാണോ ലീഡർ, മുന്നേ നടക്കുന്ന ആളാണോ ലീഡർ? മുന്നേ നടക്കുന്ന ആളാണ് അല്ലേ? അങ്ങനെയെങ്കിൽ നല്ല വെളിച്ചങ്ങൾ പകരുന്ന ആളിനെയാണ് നമുക്ക് ലീഡർ എന്ന് പറയാൻ സാധിക്കുന്നത്. നല്ലതിനെ നമുക്ക് തരുന്ന ആളിനെയാണ് ലീഡർ എന്ന് പറയാൻ സാധിക്കുന്നത്. സോ ജീസസ് ഈസ് എ ഗുഡ് മോഡൽ, ഈസ് എ ഗുഡ് ലീഡർ അല്ലേ? പിന്നെ നമ്മൾ എന്താ പറഞ്ഞേ? ഹീസ് അവർ സേവിയർ. ദാറ്റ് ലീഡർ ഈസ് മൈ സേവിയർ. എന്തോ സേവിയർ എന്ന് പറഞ്ഞാൽ പേരാണ്? അല്ല, നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്നവനാണ് അല്ലേ? ഞാനൊന്ന് ചോദിച്ചോട്ടെ, യേശു കർത്താവിന് ഇതിന്റെ കാര്യം ഉണ്ടായിരുന്നോ? ദൈവത്തിന്റെ പുത്രനായിട്ട് നന്നായിട്ട് ജീവിച്ചാൽ മതിയായിരുന്നില്ലേ? 33 years അല്ലെങ്കിൽ 33.5 years ഈ ലോകത്ത് നിന്ന് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ? നോ. ഈ ലോകത്തെക്കാളും അധികം നമ്മളെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് ജോൺ 3:16 എന്തോ പറയുന്നേ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. സ്വന്തം ജീവനെ നമുക്ക് വേണ്ടി തന്നു. ആരെയാ? യേശു കർത്താവിനെ. അവൻ ഈ ലോകത്തെയാ സ്നേഹിച്ചത് അല്ലേ? അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അവൻ നമ്മുടെ രക്ഷകനാണ്. ജീസസ് ഈസ് അവർ സേവിയർ. ഇന്ന് പലപ്പോഴും നമ്മുടെ കാറയിലും നമ്മുടെ വീടിന്റെ ഡോർസയിലും ഒക്കെ മാത്രമേ നമ്മൾ എഴുതാറുള്ളൂ അല്ലേ, ജീസസ് ഈസ് അവർ സേവിയർ എന്ന്. നമ്മുടെ ഹൃദയത്തിൽ, ഇൻ അവർ ഹാർട്ട്, വി മസ്റ്റ് റൈറ്റ് ആൻഡ് ഓൾവേസ് ഫോളോ ജീസസ് ഈസ് അവർ സേവിയർ. ആൻഡ് ദ ലാസ്റ്റ് തിങ്, ജീസസ് ഈസ് മൈ ഗുഡ് ഫ്രണ്ട്. ഒരു നല്ല ഫ്രണ്ട് നമ്മളെ തെറ്റിലേക്കാണോ നയിക്കുന്നത്, നല്ലതിലേക്കാണോ നയിക്കുന്നത്? എക്സാമ്പിൾ പറയട്ടെ. ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കണം. അതാണ് നമ്മുടെ ഡ്യൂട്ടി. ഇല്ലെങ്കിൽ നമുക്കത് മനസ്സിലാവത്തില്ല, നമ്മൾ എക്സാമിന് ഫെയിലാവും. അപ്പോൾ അങ്ങനെ ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ മാറാൻ വേണ്ടി എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഗുഡ് ഫ്രണ്ട് ആണോ? ഞാൻ നന്നായിട്ട് ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്ന ആളാണ്. അന്നേരമാണ് ഒരു ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞു, ഇതുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നിനക്ക് കുറച്ചുകൂടെ അടിപൊളിയാകാൻ പറ്റും. ഏതാ ഒരു ബാഡ് തിങ് നമുക്ക് പറഞ്ഞു തരുന്നത്? ഗുഡ് ഫ്രണ്ട് ആണോ? അല്ല അല്ലേ? നമുക്ക് എപ്പോഴും റൈറ്റ് പറഞ്ഞു തരുന്ന ആളാണ് ഗുഡ് ഫ്രണ്ട്. നമ്മളെ എപ്പോഴും കറക്റ്റ് ചെയ്യുന്ന ആള് ഒരു ഗുഡ് ഫ്രണ്ട് തന്നെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്ന് ഞാനിത് പറഞ്ഞ് നിർത്താൻ പോവാണ്. ജീസസ് ഈസ് അവർ മോഡൽ, നോട്ട് ദ വേൾഡ്. ജീസസ് ഈസ് അവർ ലീഡർ. അവനെ നോക്കി നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റണം. ദാറ്റ് ലീഡർ ഈസ് മൈ സേവിയർ. അവൻ എന്നെ വീണ്ടെടുത്തു, എന്നെ രക്ഷിച്ചു. ദാറ്റ് സേവിയർ ഈസ് മൈ ഗുഡ് ഫ്രണ്ട്. അത് മറക്കാതെ നന്നായി ജീവിക്കുവാൻ, നല്ല കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കാൻ, ദൈവത്തിൻ്റെ നല്ല മക്കളായി ഈ ലോകത്തിന് സാക്ഷ്യമാകാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നീയാണ് ഞങ്ങളുടെ മോഡൽ, നീയാണ് ഞങ്ങളുടെ ലീഡർ, നീയാണ് ഞങ്ങളുടെ സേവിയർ, നീയാണ് ഞങ്ങളുടെ ഗുഡ് ഫ്രണ്ട്. ദൈവത്തോട് ചേർന്ന്, യേശു കർത്താവെ, നിന്നോട് ചേർന്ന് പഠിക്കുവാൻ, വളരുവാൻ, നല്ല ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. താങ്ക് യു ഫ്രണ്ട്സ്. ഗോഡ് ബ്ലെസ് യു. ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കാതെ നന്നായി വളരാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ബൈ.